300 ഏക്കറോളം വരുന്ന പാഞ്ചാലിമേട്ടിലെ പുല്ലുമേടുകളിലാണ് റിസോർട്ട് മാഫിയ കുരിശ് സ്ഥാപിച്ച് ഭൂമി കയ്യേറിയിരിക്കുന്നത്. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കയ്യേറ്റങ്ങളെക്കുറിച്ച് റവന്യൂ വകുപ്പ് നടത്തിയ വിവരശേഖരണത്തിലാണ് പാഞ്ചാലിമേടും ശ്രദ്ധിക്കപ്പെടുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ടൂറിസം പ്രോഗ്രാമിനെ കണ്ടെത്തി ഉദ്ഘാടനം നടത്തിയ ഭൂമിയിലാണ് വ്യാപകമായി കുരിശ് നാട്ടിയിരിക്കുന്നത്. കയ്യേറ്റക്കാരുടെ പിടിയിലമർന്ന പ്രദേശം റവന്യൂ വകുപ്പിന്റേതാണെന്ന് പീരുമേട് തഹസിൽദാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. റവന്യൂ ലാൻഡാണ്, പക്ഷേ ആ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹിയറിംഗ് നടത്തിയിട്ടുണ്ട്. അതിൽ പെൻഡിങ്ങാണ്. ഈ കുരിശിരിക്കുന്ന ലാൻഡും ശരിക്കും റവന്യൂ ലാൻഡാണോ? അതോ റവന്യൂ ലാൻഡാണ്. നമുക്ക് അതിലെ ഡോക്യുമെന്റ് ഒന്നും ഹാജരാക്കിയിട്ടില്ല. നമ്മൾ പല പ്രാവശ്യം അവരെയും അവിടെയുള്ള കുരിശ് വെച്ച പള്ളിക്കാരെയും ഹിയറിംഗിന് വിളിച്ചു. ഒരു കക്ഷികൾ പോലും നമുക്ക് ഡോക്യുമെന്റ് ഹാജരാക്കിയിട്ടില്ല. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഇവിടെ സർക്കാർ ഭൂമിയാണ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന വിവിധ അടയാളങ്ങളും നിരവധിയാണ്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖല എന്നതിനോടൊപ്പം തന്നെ ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ള പ്രദേശമാണ് പാഞ്ചാലിമേട്. ഈ കുരിശും ദേവസ്വം ബോർഡ് അടുത്ത കാലത്ത് ഏറ്റെടുത്ത ക്ഷേത്രവുമടക്കം ഈ ഭൂമിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ രേഖകൾ ഹാജരാക്കാൻ ഇതുവരെ ഇരുവിഭാഗത്തിനും സാധിച്ചിട്ടില്ല. വൻ കയ്യേറ്റത്തിലമർന്ന പാഞ്ചാലിമേട്ടിൽ നിന്ന് നോക്കിയാൽ കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾക്കൊപ്പം ഇടുക്കി ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളും ദൃശ്യമാണ്. ഈ സാധ്യത മുതലെടുത്താണ് പാഞ്ചാലിമേട്ടിലെ മതചിഹ്നങ്ങളുടെ മറവിലെ കയ്യേറ്റം. ലാൽകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.